ഹായ് ഓൾ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഒരു കിച്ചൺ ക്ലീനിങ് റൊട്ടീൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ശ്രദ്ധിക്കണ കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ പേരൊന്ന് കമൻറ്റ് ബോക്സിലൊന്ന് ടൈപ്പ് ചെയ്യണം കേട്ടോ, പറ്റുവാണെങ്കിൽ. ഓക്കെ. അപ്പം ഞാൻ ഈ കുക്കിംഗ് ചെയ്യണ സമയത്ത് എന്തെങ്കിലും ഒരു ക്ലോത്ത് ഇതുപോലെ വിരിക്കാറുണ്ട് കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ ഇങ്ങനെ വൈറ്റ് ടേബിൾ ടോപ്പൊക്കെ ഉള്ള വീടുകളിൽ നമുക്ക് ഈ മഞ്ഞളിൻ്റെ അങ്ങനെ കറകളൊക്കെ ആയിക്കഴിഞ്ഞാൽ പോവാൻ നല്ല പണിയായിരിക്കും. ചില സമയത്ത് അത് റിമൂവായി കിട്ടണമെന്നില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള വീടുകളിലാണെങ്കിൽ അതായത് ടൈലല്ല, അതായത് നമ്മൾ മാർബിളൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ക്രബ് വെച്ച് വരച്ച് കഴിഞ്ഞാൽ പോയിക്കോളും. പക്ഷെ എൻ്റെതെന്ന് വെച്ചാൽ അതൊരു വാൾപേപ്പറാണ് കേട്ടോ, പെട്ടെന്ന് കളറൊക്കെ ചെയ്യാൻ പറ്റുന്നൊരു വാൾപേപ്പറാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് യൂസ് ആക്കണത്. അപ്പോൾ അല്ലെങ്കിലും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരില്ല. അപ്പോൾ ഇന്ന് ഞാൻ കുക്ക് ചെയ്യണതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഇത് ചെയ്യണ മെത്തഡൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പ്രത്യേകിച്ച് ചെറിയൊരു സ്നാക്കാണ്. പിന്നെ ഒരു ബ്രെഡ് ചീസ് ടോസ്റ്റ് ചെയ്തതാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് കഴിക്കണത്. അപ്പോൾ ഈ നമ്മുടെ ബ്രെഡ് യൂസ് ആക്കണ സമയത്ത് ആ ഫസ്റ്റിലുള്ള ബ്രെഡില്ലേ അതെല്ലാവരും മാറ്റി വെക്കുന്നവരുണ്ട്. എനിക്ക് ആ ഒരു പീസ് നല്ല ഇഷ്ടമാണ് കേട്ടോ. നിങ്ങൾക്ക് അത് ഇഷ്ടമാണോ അല്ലെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ പേരും പറ്റുവാണെങ്കിൽ സ്ഥലമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. എൻ്റെ മോസ്റ്റ് ഓഫ് ദ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്ന ഒരാളാണ് അമീന എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുട്ടി കേട്ടോ. എല്ലാ വീഡിയോയിലും എനിക്ക് തോന്നുന്നു അത് ജസ്റ്റ് ഒരു കമൻ്റ് അല്ല, നല്ലൊരു കോംപ്ലിമെൻ്റ് എന്നുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യാറുണ്ട്. സത്യത്തിൽ അങ്ങനത്തെ കമൻറ്റ്സൊക്കെ കാണുമ്പോഴാണ് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ കമൻറ്റ് വായിക്കാനും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണുണ്ട് എന്ന് അറിയുമ്പോൾ ഒക്കെ വല്ലാതെ സന്തോഷമാണ്. ഇൻഷാ അല്ലാ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ഇട്ട സമയത്ത് പറഞ്ഞിരുന്നു റുട്ടീൻസും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനും, മോർണിംഗ് റുട്ടീൻസൊക്കെ. ഇൻഷാ അല്ലാ നാളെ ഞാൻ വിചാരിക്കുന്നത് നാളത്തെ വീഡിയോ മോർണിംഗ് റുട്ടീൻ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായിട്ടും യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആയിരിക്കും ഷെയർ ആക്കണത്. അതുപോലെ തന്നെ ഒരുപാട് എക്സ്പെൻസൊന്നും അല്ലാത്ത രീതിയിലുള്ള ഹോം ഡെക്കറും അതുപോലെ DIYs ഒക്കെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ കാലിഗ്രാഫിയുടെ കാര്യം മറക്കരുത് കേട്ടോ. കാലിഗ്രാഫി വീഡിയോസ് നല്ല രീതിയിൽ മൂവ് ആവുന്നുണ്ട്. എല്ലാം ഞാൻ നല്ലപോലെ വീഡിയോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീട്ടിലിരുന്നിട്ട് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റണ കാര്യമില്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാകുന്നത് നല്ലതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു കാലിഗ്രാഫി എന്നുള്ള രീതിയിൽ ഒരുപാട് ഏൺ ചെയ്തിട്ടുണ്ട്. അൽഹംദുലില്ലാ ഒരുപാട് ഏൺ ചെയ്തിട്ടുണ്ട്. ഒരു എക്സ്പീരിയൻസിലായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഫിനാൻഷ്യലി ആയിട്ടാണെങ്കിലും നല്ല പോലെ ഏൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തതെന്ന് വെച്ചാൽ ജസ്റ്റ് ഞാനൊരു എവിടെയും ഫീസ് കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് തന്നെ യൂട്യൂബ് വീഡിയോസ് നോക്കി പഠിച്ചതാണ്. ആ ടൈമിലൊന്നും അങ്ങനെ ഒരുപാട് വീഡിയോസൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ കൂടി എന്നെക്കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അന്ന് ഞാൻ അതായത് ഒരു 4 വർഷം മുമ്പ് വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഒന്ന് പഠിച്ചതാണ് ഇപ്പോൾ എനിക്കത് യൂസ്ഫുൾ ആയിട്ട് എൻ്റെ ലൈഫിലേക്ക് വന്നിട്ടുള്ളത്. നമ്മൾ ഏതെങ്കിലും ഒരു ടാലൻറ്റ് പഠിക്കുന്നത് ഒരിക്കലും നമുക്ക് നമ്മുടെ ടൈം വേസ്റ്റ് കാര്യങ്ങളൊന്നുമല്ല. എപ്പോഴെങ്കിലും നമ്മുടെ ലൈഫിൽ എന്ത് ചെയ്യും, യൂസ്ഫുൾ ആവും. അപ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനായിട്ട് സമയം കണ്ടെത്തുക. നമുക്ക് സമയം ഫ്രീ ആയിട്ട് അവിടെ നിന്ന് കിട്ടുന്നില്ല, എല്ലാവർക്കും ഒരേ ടൈം. നമ്മൾ സമയം കണ്ടെത്തിയിട്ട് നമുക്ക് വേണ്ടി കുറച്ചെങ്കിലും നമ്മളൊന്ന് സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടാലൻറ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളൊക്കെ താമസിക്കുന്നവർക്ക് ഒരുപാട് സമയമുണ്ട്. നമ്മൾ ഹസ്ബൻഡുമാരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയുന്നല്ലാണ്ട് എന്തായിട്ടും എനിക്ക് 100% ഷുവറാണ്, എന്തായിട്ടും കുറച്ച് സമയം നിങ്ങൾക്ക് എന്തായിട്ടും ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ആ ഒരു ഫ്രീ ടൈം നല്ല രീതിയിൽ യൂസ് ആക്കാം. പിന്നെ ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ട്രാക്ക് മാറിപ്പോയില്ലേ, കിച്ചൺ ക്ലീനിങ് അല്ലേ. അപ്പോൾ നമ്മൾ കുക്ക് ചെയ്യണ സമയത്ത് എന്ത് ഐറ്റംസ് എടുത്തു കഴിഞ്ഞാലും ആ ടൈമിന് തന്നെ അത് തിരിച്ച് വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ കിച്ചണിൽ കുക്കിംഗ് കഴിഞ്ഞ ശേഷം നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മൾ തന്നെ പേടിച്ച് പോണ രീതിയിൽ കിച്ചണാക്കി വെക്കാതെ അത് ആ ഒരു കുക്കിങ്ങിൻ്റോടൊപ്പം തന്നെ ക്ലീനിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുക്കിംഗ് കഴിഞ്ഞ ശേഷം റബ്ബേ എന്താണിത് എന്നുള്ള രീതിയിലുള്ള ആ ഒരു
പേടി ഉണ്ടാവില്ല. നമ്മൾ എങ്ങനെയാണോ എന്താണോ കുക്ക് ചെയ്യുന്നത് വെച്ചാൽ അത് ആ സമയത്ത് തന്നെ മാക്സിമം ക്ലീൻ ആക്കാൻ നോക്കാം. അതുപോലെ തന്നെ എടുത്ത ഐറ്റംസൊക്കെ തിരിച്ച് ആ സമയത്ത് തന്നെ അതിൽ വെക്കുക. എവിടെയാണോ വെക്കാനുള്ളത് അവിടെ തന്നെ വെക്കുക. പിന്നെ ഈ ഒരു കോഫി ടീ സംഭവമില്ലേ, ഞാൻ ആ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ പേര് കിട്ടി എന്താണ് വീണ്ടും മറന്നു കേട്ടോ. ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ ഈ ടീ കോഫി ഷുഗർ എന്നുള്ള സംഭവം ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആ ഒരു ഹോം എന്ന് എഴുതിയ സംഭവം കണ്ടില്ലേ, അത് ഷൂ ബോക്സ് ആണ്. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ രീതിയിലൊക്കെ നമ്മുടെ കിച്ചണ് ഒട്ടും പൈസ ആവാതെ നമുക്ക് നല്ല രീതിയിൽ എന്താക്കാൻ പറ്റും, ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചായ കൂടെ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചായയൊക്കെ ഒഴിക്കണ സമയത്ത് നിങ്ങളൊരു ക്ലോത്ത് വിരിക്കുന്നതിൻ്റെ യൂസ്ഫുൾ മനസ്സിലായില്ലേ. എന്തായിട്ടും നമ്മൾ ചായ ഒഴിക്കണ സമയത്ത് കുറച്ചെങ്കിലും താഴേക്ക് പോയിട്ടുണ്ടാവും. അപ്പോൾ അത് നമ്മൾ ആ സമയത്ത് തന്നെ തുടച്ചില്ലെങ്കിൽ എന്തായിട്ട് അവിടെ ഒരു സ്റ്റെയിൻ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ക്ലോത്ത് യൂസ് ആക്കാൻ പറയുന്നത്. അപ്പോൾ പല യൂസ്ഫുള്ളാണ് ക്ലോത്ത് യൂസ് ആക്കാൻ. അപ്പോൾ നിങ്ങൾ എല്ലാത്തിനും കൂടി ഒരു ക്ലോത്ത് ഉപയോഗിക്കരുത്. അതായത് ഇതിൻ്റെ തുടക്കാൻ വേണ്ടിയിട്ടും ഇതിനായിട്ട് ഓരോ തന്നെ യൂസ് ആക്കാണ്ട് ഇതിനായിട്ട് ഒരെണ്ണം മാറ്റി വെക്കുക. കുറച്ചും കൂടെ ലോങ് ആയിട്ടുള്ളതായിരിക്കും നല്ലത്. എൻ്റെ കയ്യിൽ ഇത്ര ഷോർട്ട് ചെറിയ പീസേ ഉണ്ടായിരുന്നുള്ളൂ. നല്ല വലുതൊക്കെ കിട്ടുമല്ലോ. അല്ലെങ്കിൽ നമ്മുടെ പഴയ ബാത്ത് ടവൽ അതൊക്കെ യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇനിയുള്ളത് ഞാൻ എല്ലാ ദിവസവും ചെയ്യുന്നൊരു കാര്യമാണ് നമ്മുടെ നമ്മുടെ അടുപ്പ് എല്ലാ ദിവസവും ഞാൻ ക്ലീൻ ആക്കും. ഇല്ലെങ്കിൽ നമുക്ക് ഒരു പെർഫെക്ഷൻ കിട്ടാത്ത പോലെയാണ്. എന്തായിട്ടും ചായയൊക്കെ മറിഞ്ഞിട്ടും എങ്ങനെയെങ്കിലും അത് ഡേർട്ടായിട്ടുണ്ടാവും. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ അളവിൽ മാത്രം എന്ത് ചെയ്യുക, ഇത് ഒഴിച്ചാൽ മതി, ലിക്വിഡ്. അപ്പോൾ ഇത് ഒഴിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കുറച്ച് നേരം അവിടെ വെക്കുകയാണെങ്കിൽ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ അത് വെച്ച ടൈമിന് ഞാൻ ഇവിടെ ബോട്ടിൽസൊക്കെ ഒന്ന് തുടച്ച് വെക്കുന്നുണ്ട്. അത് ഞാൻ ഡെയിലി ചെയ്യാറില്ല, ഒരു ഒന്നിടവിട്ട് ദിവസങ്ങളിൽ മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ എന്തെങ്കിലും ഡേർട്ടൊക്കെ ആയിട്ടുണ്ടെങ്കിൽ എന്താവും ആ സമയത്തിന് തുടച്ച് വെക്കും. അതുപോലെ തന്നെ ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ ദിവസം തുടക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ഓയിലിൻ്റെ ബോട്ടിൽ പ്രത്യേകിച്ച് ഈ ഗൾഫ് രാജ്യത്താണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഈ ഓയിലിൻ്റെ ബോട്ടിലും അതുപോലെ തന്നെ ഈ ഓയിൽ യൂസ് ചെയ്യുന്നത്, അതായത് സൺഫ്ലവർ ഓയിൽ യൂസ് ആക്കണത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല, ഈ ദോശയുടെ കല്ല് അല്ലെ ഫ്രൈ പാന് അതൊക്കെ ഒരു സംഭവം അതുമ്മിൽ വന്നിട്ടുണ്ടാവും. ഇപ്പം ഞാൻ എപ്പോഴെങ്കിലും കാണിച്ചു തരാം കേട്ടോ, അത് വരണ ടൈമിൽ. അതിന് എന്താ പേര് പറയാനറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിട്ടിട്ടോ. പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പാത്രങ്ങളൊക്കെ അതാത് സമയത്ത് തന്നെ കഴുകി വെക്കുക. ചില പാത്രം ഉണങ്ങാൻ വെക്കാണ്ട് ആ ടൈമിന് തന്നെ മാക്സിമം ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ ഇതേപോലെ എല്ലാ ദിവസവും ആ ടൈമിന് തന്നെ പാത്രം കഴുകും അങ്ങനെയൊന്നുമില്ല. മാക്സിമം നോക്കും. എന്തെങ്കിലും ഒരു വയ്യായ്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ഒഴിവാകും കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കിച്ചൺ ടവൽ ഹോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നുമില്ല, എംബ്രോയ്ഡറി ഹൂപ്പിൽ ചെയ്തതാണ്. അപ്പോൾ ഇത് എവിടെ വെക്കും എന്നുള്ളൊരു ഡൗട്ടായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് എന്തായിട്ട് ആ വീഡിയോ വേണമെങ്കിൽ പറയട്ടെ, ഞാൻ ചെയ്യാം. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ കിച്ചണൊക്കെ നല്ല ക്ലീനായിട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലീനിങ്ങിൻ്റെ കട്ടൊക്കെ വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ്, അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത്. പലരും ക്ലീൻ ആക്കുമെങ്കിലും കുറച്ച് സമയം കഴിയുമ്പോൾ പഴയതുപോലെ ആക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ വീഡിയോ ആയിട്ട് ഇനിയും വരാം. ചാനൽ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അസ്സലാമു അലൈക്കും.